നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്ന ആവർത്തിച്ചാവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് മതം? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കുവാനുള്ള ഈ മതം, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ ലിബറലായി മനുഷ്യന് ചിന്തിക്കുവാനും ഇടപഴകുവാനും ഒക്കെ സാധിക്കുകയില്ലേ എന്നാണ് അവർ ചോദിച്ചു വെക്കാറുള്ളത്. വാസ്തവത്തിൽ ജീവിതത്തിന് ചില അടുക്കും ചിട്ടയും മതം നിർദ്ദേശിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളായി അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും നീതിപൂർവമല്ല, സത്യസന്ധമല്ല. എന്തും തിന്ന് എന്തും കുടിച്ച് എന്തും ചെയ്ത് തോന്നിയതുപോലെ യാതൊരു നിയമവും നിയന്ത്രണവുമില്ലാതെ ജീവിക്കുവാൻ ഓരോരുത്തരും തീരുമാനിച്ചാൽ എന്തായിരിക്കും നാടിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഒന്നും പറയുന്നത് ആർക്കും ഒരു ബാധകമല്ല. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു, നടക്കുന്നു എന്ന് വന്നാൽ എന്തിനേറെ തിരക്കേറിയ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. അവിടെ പല ട്രാഫിക് നിയമങ്ങളും പാലിക്കാറുണ്ട്. ആ നിയമങ്ങളൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായി സുന്ദരമായ നല്ലൊരാശയമായി തോന്നാമെങ്കിലും എല്ലാവരും അങ്ങനെ യഥേഷ്ടം അവർക്കിഷ്ടം ഉള്ളതുപോലെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ആണ് പോകുന്നതെങ്കിൽ എന്തെല്ലാം അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമെന്നത് അല്പമൊന്ന് ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് മതമില്ലാത്ത ജീവിതത്തിലൂടെ എല്ലാം കിട്ടുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, മണ്ടത്തരമാണ്. ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ആരും സമ്മതിക്കും, ആരും അംഗീകരിക്കും. പക്ഷെ ആര് കൊണ്ടുവരണം ആ നിയന്ത്രണം? ആരാണ് ആ നിയമങ്ങൾ അനുശാസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ഇസ്ലാം പറയുന്നത്, എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളായി വരണം. അതാണ് ലോകത്ത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ഇറക്കി കൊടുത്തത്. ആ ജീവിതമനുസരിച്ച് ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, അവിടെയുള്ള നിയമശാസനകൾ അംഗീകരിച്ച് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മതം പഠിപ്പിച്ച അടിസ്ഥാനപരമായൊരാശയമാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് അള്ള നിശ്ചയിച്ച ഒരായുസ് കാലം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും മനുഷ്യൻ ആ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എങ്കിലും അത് സംഭവ്യമാണ്, സത്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ആ മരണത്തോടു കൂടി ലോകം ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് ഒരു മരണാനന്തര ജീവിതമുണ്ട്. അവിടെ കൃത്യമായ വിചാരണയും അനുസരിച്ചുള്ള പ്രതിഫലവുമുണ്ട് എന്നത് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആദർശങ്ങളിൽപ്പെട്ടതാണ്. ഖുർആൻ ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യരും മരണം രുചിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഓരോരുത്തരും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് നൽകപ്പെടുന്നത് പാരത്രിക ലോകത്ത് മാത്രമാണ്. ഇവിടെ 100 ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകൾ ഒരുപക്ഷെ ആ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. യുക്തിവാദികൾക്ക് അവരോട് എന്തു പറയാനാണ് സാധിക്കുക? അവരുടെ ജീവിതം അവസാനിച്ചുവെങ്കിൽ ആ സേവന പ്രവർത്തനങ്ങൾക്ക് ആരാണ് മുന്നിട്ട് വരിക? അതേപോലെ തന്നെ 100 ആളുകളെ കൊന്നുകളഞ്ഞ ആളുകളുണ്ടാകും ഇവിടെ. അവരുടെ രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തികമായ കഴിവ്, മിടുക്ക് ഇവയെല്ലാം വെച്ചുകൊണ്ട് നിയമങ്ങളുടെ മുന്നിൽ അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർക്ക് കൃത്യമായി ശിക്ഷ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നത് വ്യക്തമാണ്. അതാണ് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പരലോകത്താണ് കർമ്മങ്ങളുടെ പ്രതിഫലം തികച്ചും പൂർണ്ണമായി നൽകപ്പെടുന്നത് എന്ന അടിസ്ഥാനപരമായ ബുദ്ധി അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ മനസാക്ഷി ആഗ്രഹിക്കുന്ന ആ ആശയം മതം പഠിപ്പിക്കുന്നത്. അതിനാൽ ഈ ലോകത്ത് നേരിടേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവയോട് മതം അനുശാസിക്കുന്ന വിധത്തിൽ പോസിറ്റീവായി സമീപിച്ചാൽ പരലോകത്ത് പ്രതിഫലമുണ്ട്, നന്മയുണ്ട് എന്ന് മതം അനുശാസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ, ഒരു വിശ്വാസിയെ മതം അംഗീകരിക്കുന്ന, പടച്ചവനെ അംഗീകരിക്കുന്ന, നിയമശാസ്ത്രങ്ങൾ അനുസരിക്കുവാൻ സന്നദ്ധരായ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്ലേശവും സങ്കടവും ദുഃഖവും രോഗവും എന്ന് വേണ്ട ഹത്ത ശൗക്കത യുശാഖുഹ, നടന്നു പോകുമ്പോൾ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും അയാൾക്ക് ദോഷമല്ല, നഷ്ടമല്ല. അത് നിമിത്തം അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നു, പരലോകത്ത് അല്ലാഹു പ്രതിഫലം നൽകുന്നു, പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ് മതം പഠിപ്പിക്കുന്നത്. എന്നാൽ നിരീശ്വര നിർമ്മതവാദികൾക്ക് കൃത്യമായൊരു ജീവിത ലക്ഷ്യമോ
മാർഗനിർദ്ദേശങ്ങളോ മനുഷ്യന് നൽകാനില്ല എന്നത് അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. നാം എന്തിന് ജീവിക്കുന്നു എന്ന് അവരോട് ചോദിച്ചാൽ, നാം എന്തിന് കഷ്ടതകൾ സഹിക്കണമെന്ന് ചോദിച്ചാൽ, എന്തിന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട എന്നായിരിക്കും അവർക്ക് പറയുവാനുള്ളത്. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യവും വ്യക്തവുമായ മറുപടി അവരുടെ പക്കൽ നിന്ന് കിട്ടുവാൻ സാധ്യതയില്ല എന്നുള്ളത് നാം അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നതാണ് ഇവരിൽ മഹാഭൂരിപക്ഷത്തിലും നമ്മൾ കാണുന്നത്. അതല്ലാതെ സമൂഹത്തിന് നന്മ നൽകുന്ന, അതേപോലെ തന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു നാസ്തികനെയും ഒരു യുക്തിവാദിയെയും ഒരു നിരീശ്വരവാദിയെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ അവരുടെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ, അത് കടബാധ്യതയായിരുന്നാലും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളാണ് എങ്കിലും മാരകമായ ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എങ്കിലുമൊക്കെ അവർക്കുണ്ടാകുന്ന അവസാന കൈ എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആത്മഹത്യയെ സമീപിക്കുകയായിരിക്കും. ഈ രീതിയിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയായിരിക്കും അവർ നേരിടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും മുമ്പിൽ ഒരു യുക്തിവാദിക്ക്, ഒരു നിരീശ്വരവാദിക്ക്, ഒരു നാസ്തികന് ചെയ്യുവാൻ സാധിക്കുക. നേരെ മറിച്ച് മതം അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന ചില പാരിതോഷികങ്ങളാണ് ഈ പരീക്ഷണത്തിലൂടെ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാഹു ഏറ്റവും പരീക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, തനിക്ക് ബാധിച്ച രോഗത്തെ സംബന്ധിച്ച്, തനിക്കുണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വിശ്വാസി നിരാശനാവുകയില്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്വസ്ഥതയുടെ, മതത്തിൻ്റെ തുരുത്തിലേക്ക് കയറി നിൽക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അതൊരു പഴഞ്ചൻ സംവിധാനമായി, അത് കാലഹരണപ്പെട്ടൊരാശയമായി ആർക്കും തോന്നേണ്ടതില്ല. വാസ്തവത്തിൽ മനുഷ്യനും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെയുള്ള ഏറ്റവും നന്മയുടെ സന്ദേശങ്ങളാണ് മതം അനുശാസിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.